പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. നമ്മൾ ഇനി 30-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് വായിക്കാമോ ശ്ലോകം? വായിക്കാം സാറേ. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. ഹേ അർജുന, എല്ലാവരുടെയും ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവ് ഒരിക്കലും വധിക്കപ്പെടാൻ ആവുന്നതല്ല. അതിനാൽ സമസ്ത ജീവികളെക്കുറിച്ചും നീ ദുഃഖിക്കാൻ പാടില്ല. സർവജീവികളിലും അന്തരാത്മാവായി വർത്തിക്കുന്ന ചൈതന്യത്തിന് ഒരിക്കലും നാശമില്ല. ആത്മാവിന്റെ ഉപാധിയായ ദേഹമേ നശിക്കുന്നുള്ളൂ. ദേഹിയായ ആത്മാവ് നശിക്കുന്നില്ല എന്നതിനാൽ ശോകം കളഞ്ഞ് യുദ്ധത്തിന് തയ്യാറാകൂ. 11-ാം ശ്ലോകം മുതൽ ഇതുവരെയായി ശരീരത്തിന്റെ അനിത്യത്വവും ആത്മാവിന്റെ നിത്യത്വവും സമർത്ഥിച്ചു ഈ ശ്ലോകത്തിൽ പ്രകൃതം ഉപസംഹരിക്കുന്നു. പരമ്പൊരുളിന്റെ നിലവാരത്തിൽ നിന്ന് നോക്കുമ്പോൾ ശോകമോഹങ്ങൾക്ക് അവകാശമില്ല. ശരി. മറ്റു നിലവാരത്തിൽ നിന്ന് നോക്കുമ്പോഴോ? ഇതുവരെ നമ്മൾ പറഞ്ഞ ഈ സത്തും അസത്തും എന്നുള്ളത്, ആത്മാവിന് നാശമില്ല, അതിന്റെ ഒത്തിരി പ്രോപ്പർട്ടീസ് അല്ല, അതിന്റെ അത് സർവവ്യാപകമാണ്, സർവഗതനാണ്, നിത്യമാണ്, സനാതന, ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം ആത്മാവിന് നാശമില്ല, നശിക്കുന്നത് നമ്മുടെ ശരീരത്തിനേ ഉള്ളൂ. നമ്മൾ ദേഹം ബുദ്ധിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ആത്മാവിനെ അറിയാൻ നമ്മുടെ വാസന കാരണം അറിയാൻ പറ്റുന്നില്ല. അപ്പം ദേഹി മീൻസ് ജീവാത്മാവിന് നാശമില്ല. വാസനകൾ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ജന്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ അർജുനന്റെ ശോകത്തിന്, അർജുനൻ എന്തിനാ യുദ്ധകളത്തിൽ വന്ന് എന്തുകൊണ്ടാണ് തളർന്നത്? പിതാമഹനെയും ഗുരുവിനെയും ബാക്കി ബന്ധുമിത്രാദികളെല്ലാം കൊല്ലേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുകയാണ്. അങ്ങനെ തളരുകയാണ് യുദ്ധം ചെയ്യാതെ. യുദ്ധം ചെയ്യൽ കടമ, അവനവന്റെ കടമ നിറവേറ്റാതെ ഞാൻ എൻ്റെ വികാരത്തിലിരുന്ന് തളർന്നു. അപ്പം അതിന് നിനക്ക് ഇപ്പം നമ്മൾ ശരീരബുദ്ധിയിലിരിക്കുമ്പോ, ദേഹബുദ്ധിയിലിരിക്കുമെന്നുകൊണ്ടാണ് നിനക്ക് ഈ ദുഃഖം. നമ്മളെല്ലാം ആത്മാക്കളാണ്, നമ്മളെല്ലാം പരമാത്മ ചൈതന്യത്തിന്റെ അംശമാണ്. ആ നിലയിൽ നമ്മൾ നോക്കി കാണുമ്പോൾ നിനക്ക് ശോകത്തിന് അവകാശമില്ല. അങ്ങനെ ആത്മീയ തലത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഭൗതികമായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും സാധാരണ ജനങ്ങളുടെ രീതിയിലുള്ള അങ്ങനെയുള്ള രീതിയിലോട്ട് പല ആംഗിളിൽ കൃഷ്ണൻ ഈ പ്രശ്നത്തിനെ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പല രീതിയിൽ കാണാൻ ശ്രമിക്കാറുണ്ട്. ഓരോരുത്തരും നമ്മൾ ഓരോ ചട്ടക്കൂടിൽ നിന്നിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ കാര്യങ്ങളെ എല്ലാത്തിനെയും വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് വിവേകത്തിലോട്ട് വേണം ഫൈനലായിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഓരോന്നും നമ്മൾ ചിന്തിക്കും, അങ്ങനെ ചെയ്താലോ ഇങ്ങനെ. പക്ഷെ ഈ ഫൈനലായിട്ട് നമ്മൾ വരേണ്ടത് വിവേകത്തിലോട്ടായിരിക്കണം. ആ ഒരു ഇതിലോട്ടാണ് കൃഷ്ണൻ. അപ്പം എങ്ങനെ നോക്കിയാലും അവസാനം വിവേകത്തിലോട്ട് വരണം. അല്ലാതെ നമ്മൾ ഒരു തലത്തിൽ മാത്രം ചിന്തിച്ച് അങ്ങനെ പോകരുത്. ശരീരത്തിന്റെ തലത്തിൽ മാത്രമോ, മനസ്സിന്റെ തലത്തിൽ മാത്രമോ, ബുദ്ധിയുടെ തലത്തിൽ മാത്രമോ അങ്ങനെ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴാണ് നമുക്ക് തളരാന് സാഹചര്യം ഉണ്ടാകുന്നത്. അതേസമയത്ത് നമ്മൾ ബ്രോഡർ വ്യൂവില് സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോൾ, സൂക്ഷ്മം മീൻസ് ബ്രോഡർ വേയിൽ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പോലെ, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പോലെ നമ്മളൊരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദുരിതം കുറവായിരിക്കും. അങ്ങനെ ഒരു ഇതിലോട്ട് പോകാനായിട്ട് ഇനിയുള്ള അങ്ങനെയുള്ള ശ്ലോകങ്ങൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രീതുവിന് വായിക്കാമോ അടുത്ത ശ്ലോകവും? സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമാധി യുദ്ധാത് ശ്രേയോ ന ക്ഷത്രിയസ്യ ന വിദ്യത്തെ.
സ്വധർമ്മത്തെ നോക്കിയിട്ടായാലും നീ പതറാൻ പാടില്ല. എന്തെന്നാൽ ക്ഷത്രിയന് യുദ്ധത്തേക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നില്ല. അർജുനൻ ഒരു ക്ഷത്രിയനാണ്. അക്രമികളിൽ നിന്ന് നാടിനെ രക്ഷിക്കേണ്ട പാവനമായ ചുമതല അയാൾക്കുണ്ട്. അധർമ്മ ശക്തികൾ നാട്ടിന്റെ ഭദ്രതയ്ക്ക് ഒരു ഭീഷണിയായി തീർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ സംശയിച്ചു നിൽക്കാതെ സധൈര്യം അവയെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് അയാളുടെ സ്വധർമ്മമത്രേ. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി പൊരുതാൻ അവസരം കിട്ടുന്നത് ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളം ശ്രേയസ്കരമാണ്. ധർമ്മയുദ്ധത്തിനുള്ള സന്ദർഭമാണ് അർജുനന് കൈവന്നിരിക്കുന്നത്. അധർമ്മികളും അക്രമികളുമാണ് കൗരവർ എന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ അർജുനൻ ഒട്ടും ശങ്കിക്കേണ്ടതില്ല. വധാർഹനെ വധിക്കാതിരിക്കുന്നത് അവധ്യനെ വധിക്കുന്നത് പോലെ പാപകരമാണെന്ന് ക്ഷാത്രധർമ്മം വിധിക്കുന്നുണ്ട്. സ്വധർമ്മത്തെ നോക്കിയിട്ടായാലും നീ പതരാൻ പാടില്ല. എന്തെന്നാൽ ക്ഷത്രിയന് ധർമ്മത്തേക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നില്ല. ഈ സ്വധർമ്മം നമ്മള് എല്ലാവർക്കും അവരവരുടെ സ്വധർമ്മമുണ്ട്. എന്നുവെച്ചാല് ഈ സ്വധർമ്മം വെച്ചാൽ നമ്മുടെ വാസനയിൽ ഓരോരുത്തരും ജനിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. കാരണം നമ്മള് സഞ്ചിത വാസന പ്രാരബ്ധമായിട്ട് മാറിയിരിക്കുന്നത്. ആ സഞ്ചിത വാസനയ്ക്ക് അനുസരിച്ചാണ് ഞാൻ ശരീരം എടുത്തതും എൻ്റെ ജീവിതം പോകുന്നതും. അപ്പൊ അതിനൊരു ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ലക്ഷ്യമുണ്ട്. പ്രത്യേക ലക്ഷ്യം മീൻസ് ഓരോന്നും അനുഭവത്തിലോട്ട് വരാനുണ്ട്. നമ്മൾ അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മഫലമായിട്ട് വന്നിരിക്കുന്നത്. ആ ഫലങ്ങളെല്ലാം നമ്മളെ തേടിയെത്തും. അത് അനുകൂലമോ പ്രതികൂലമോ ആകാം. അപ്പം ഈ നമ്മുടെ ഓരോരുത്തരും സ്വധർമ്മം ചെല്ല അവനവൻ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലും ആ സ്വഭാവങ്ങൾ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യനും യുണീക്കാണ്. അവരവർക്ക് അവരുടേതായ സ്വഭാവമുണ്ട്, പ്രവർത്തന മണ്ഡലമുണ്ട്. നമ്മൾ ഓരോരുത്തരും പഠിച്ചു കഴിഞ്ഞ് ഓരോരുത്തരും അവരവരുടേതായ പ്രൊഫഷനിലോട്ട് കിടക്കും. ഈ ഓരോരുത്തരും അവരവരുടെ പ്രൊഫഷനിൽ കിടക്കുന്നത് എങ്ങനെയാ? നമ്മുടെ സ്വധർമ്മം അത് നമ്മൾ ജന്മനാ കൊണ്ടുവന്നതാണ്. ഈ സ്വധർമ്മത്തിന് എഗനസ്റ്റ് ആയിട്ട് പോകുന്നവർ ശോഭിക്കത്തുമില്ല. നമ്മുടെ സ്വധർമ്മം അനുസരിച്ചുള്ള പ്രവൃത്തി മേഖലയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് വളരെ മുഖ്യമാണ്. നമ്മൾക്ക് ചില ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ പ്രവൃത്തി മേഖല കണ്ടെത്താൻ. അതേസമയത്ത് നമുക്ക് ഇല്ലാത്ത നമുക്ക് കുറെ ഗുണങ്ങളില്ല. പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ ഇത് നോക്കിയോ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത് വളരെ തെറ്റാണ്. അത് വേറെ ഒരു ശ്ലോകത്തിൽ വരും. വളരെ സ്വധർമ്മവും പരധർമ്മവും. അപ്പൊ നമ്മുടെ ഇങ്ങനെ വേണ്ട അതുപോലെ ചെയ്യാം. വേറെ പരധർമ്മം നോക്കി ഞാൻ ജീവിതത്തിൽ പോകുന്നത് വളരെ അതിനെ വിശദമായിട്ട് ആ സമയത്ത് പറയാം. നമുക്ക് നമ്മുടെ സ്വധർമ്മം വെച്ചാല് അവരവരുടെ പ്രവൃത്തി മേഖലയാണ്, അവരവരുടെ സ്വഭാവവും ആ പ്രവൃത്തി മണ്ഡലവും. അവിടെ ഞാൻ ഓരോ കാര്യങ്ങളും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സംഗതികൾ വരുമ്പോൾ ഞാൻ തളരാൻ പാടില്ല. സ്വധർമ്മത്തെ നോക്കിയാലും ഈ പതറാൻ പാടില്ല. നമ്മുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലം അനുകൂലവും പ്രതികൂലവും പ്രതികൂലം വരുമ്പോൾ നമ്മൾ തളർന്നുകൂടാ. കാരണം നമ്മളിൽ നിന്ന് പോയ ഫലമാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. അപ്പൊ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ നമ്മൾ ധർമ്മത്തിൽ നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്, കർമ്മം ചെയ്യേണ്ടത് അതിനനുസരിച്ചല്ല. നമ്മൾ വിവേകത്തിൽ നമുക്കിപ്പോ ഈ ജന്മം കിട്ടിയിരിക്കുന്നത് ഉയർന്ന ജന്മം, മനുഷ്യന്മം. എത്രയോ ഇതിനെക്കെട്ട് താഴ്ന്ന എത്രയോ ജീവികളുണ്ട്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മത്തിലോട്ടാണ്. പക്ഷെ നമുക്ക് കർമ്മഫലവും അനുഭവിക്കാനുണ്ട്. ഈ കർമ്മഫലം നമ്മളിൽ നിന്ന് പോയതാണ്. നമ്മൾ ഇതിനെ എങ്ങനെ കാണണം? ഇതിനെ ഞാൻ വിവേകത്തിൽ കാണണം. വികാരത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കർമ്മത്തിന്റെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ തീ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ ഉയർത്താൻ പറ്റുകയില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്ന് ജനിച്ചു മരിച്ച് ഈ ഒരു സൈക്കിളിൽ കിടന്ന് കറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാസനയിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവര് ഏത് വാസനയിൽ കൂടെ പോയാലും എല്ലാവർക്കും ഒരു ഘട്ടം വരും. നമ്മൾ അടുത്ത തലത്തോട്ട് പോകാനുള്ള ഒരു പരിണാമം വരും. നമ്മള് ഈ കുറെ പേര് നമ്മൾക്ക് നേരത്തെ ഒന്നും ഗീത പഠിക്കാനൊക്കാതെ താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് സാഹചര്യം അതിന് വന്നു? നമ്മൾ ഗീത പഠിക്കാൻ വന്നത് ഓരോരുത്തരുടെയും ആ ജീവിതത്തിലുണ്ടായ ഒരു പരിണാമത്തിന്റെ ഒരു ദശയാണ്. അല്ലെങ്കിൽ എത്രയോ പേർക്ക് ഇത് ഗീത കേൾക്കാനുള്ള താല്പര്യമേ ഇല്ല. ഇതൊക്കെ പിന്നെ ഇതിപ്പൊന്നും വേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിട്ട് ഏത് വയസ്സിലും ഇതൊക്കെ പിന്നെ നോക്കാം. ഇപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലും മുഴുകിക്കൊണ്ടിരിക്കും. എത്രയോ പേരെങ്ങനെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചു പേർക്കെങ്കിലും ഈ ഗീത കേൾക്കാൻ താല്പര്യം വന്നത് എന്താ? നമ്മുടെ ജന്മത്തിന്റെ ഒരു ഉയർന്ന പരിണാമ എവല്യൂഷൻ ആ സ്റ്റേജിൽ എത്തിയത് കൊണ്ടാണ് നമുക്ക് ഇതിലോട്ട് ഇത് വരുന്നത്, ആ ഇൻട്രസ്റ്റ് വരുന്നത്. അല്ലാത്തടത്തോളം കാലം അങ്ങനെ നമുക്ക് എത്രയോ പേരെ അറിയാം ഇതിലോട്ടൊന്നും ഒട്ടും താല്പര്യമില്ലാതെ ഭൗതിക കാര്യങ്ങളിൽ മാത്രം മുഴുകി, അല്ലെങ്കിൽ അന്യഭക്തിയില്ല. എല്ലാവർക്കും ഈശ്വരൻ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. നിരീശ്വരവാദികൾ നമ്മൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ. നമ്മൾ കാണുന്ന എല്ലാവരും ഈശ്വരവാദികളാണ്, ഈശ്വര ഭക്തരാണ്.
പക്ഷേ അതിനെ വേണ്ട രീതിയിലല്ല നമ്മൾ അന്യഭക്തി എന്ന് പറയും കൃഷ്ണൻ. ഇതിനകത്തില്ല, വേറെ സ്ട്രോങ്ലി വരും അന്യഭക്തി. അന്യഭക്തി എന്ന് വെച്ചാൽ എന്തുവാ? ഈശ്വരൻ വെളിയിലിരിക്കുക, വെളിയിലേതോ എവിടെയോ ഇരിക്കുന്നു, കാണാതെ ഒരു സ്ഥലത്ത്. അത് അന്യഭക്തിയാണ്. നമ്മൾ ഈ കൃഷ്ണനെ നമ്മൾ ഗീതയെ കൂടെ കൊണ്ടുവരുന്നത് എങ്ങനെയാ? നമ്മളെ അനന്യഭക്തി. ആ ഈശ്വരനിരിക്കുന്ന വെളിയിലല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഈശ്വരൻ. നമ്മൾ ഇപ്പം അമ്പലങ്ങളിൽ കാണുന്ന ഇതിനെ നമ്മൾ അമ്പലത്തിൽ പോയാൽ തന്നെ നമ്മുടെ അമ്പലത്തിൽ പോയി എന്തിനാ കണ്ണടയ്ക്കുന്നേ? അവിടെ ഈശ്വരൻ, നമ്മളൊരു അമ്പലത്തിൽ പോയാലും ഈശ്വരനെ കാണുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. എന്തിനാ കണ്ണടയ്ക്കുന്നേ? നമ്മൾ അവിടെ ആ വിഗ്രഹത്തിനെ കാണാൻ പോയെങ്കിൽ നമ്മൾ ആ വിഗ്രഹം കാണുന്ന സമയം മുഴുക്കെ നമ്മൾ കണ്ണു തുറന്ന് വിഗ്രഹത്തിന് നോക്കിക്കൊണ്ടിരിക്കണ്ടേയോ? എന്താ നമ്മൾ കണ്ണടയ്ക്കാൻ കാരണം എന്താ? ആ ചൈതന്യമാണ് എന്നിലും ഇരിക്കുന്നത്. പക്ഷെ നമ്മളത് അറിയുന്നില്ല, നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. ഏതോ ഒരു ശക്തി നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാന്നോ, നമ്മൾ എല്ലാവരും കണ്ണടയ്ക്കുന്നുണ്ട്. നമ്മൾ ചൈതന്യമുള്ള വിഗ്രഹമാണ്, അതാണ് ഈശ്വരനെങ്കിൽ നമ്മൾ അങ്ങനെ പോകുന്നത്. അവിടാണ് വഴിപാട് കഴിക്കുന്നത്. എത്രയോ ആ ശക്തിയുള്ള അമ്പലം, ഈ ശക്തിയുള്ള അമ്പലം പറഞ്ഞാൽ അവിടെ പോയി വഴിപാട് കഴിക്കുന്നുണ്ട്. ആ അമ്പലത്തിൽ പോയി വിഗ്രഹത്തിന് തൊഴുമ്പോഴേ നമ്മൾ കണ്ണടച്ചോണ്ടാ നിൽക്കുന്നത്. കുറച്ചു നേരം നമ്മൾ കണ്ണു തുറന്ന് നോക്കത്തുള്ളൂ. അല്ലാത്ത സമയം എല്ലാം നമ്മൾ കണ്ണടച്ച് നമ്മുടെ ദുരിതങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാ കണ്ണടയ്ക്കുന്നത്? ഈ ചൈതന്യം തന്നെയാണ് എന്നിലും ഉള്ളത്. അത് നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. ഇതിനകത്തില് ഞാൻ ഈ ഗ്രൂപ്പിനകത്തിൽ ഒരു പാട്ടിട്ടായിരുന്നു, ചിത്ര പാടിയ പാട്ട്, കൃഷ്ണനെ കുറിച്ചുള്ള. ഒരാഴ്ച മുമ്പ് 3-4 ദിവസം വിട്ടായിരുന്നു. ആ ചിത്ര പാടിയ ഒരു പാട്ട്. ആ കണ്ണനെ വിളിക്കുന്ന ഒരു 3 വിളിയുണ്ടല്ലോ, 3-4 വിളി അവസാനത്തെ, എല്ലാരും കരഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളെ കരയാത്തവരാരെങ്കിലും ഉണ്ടോ ആ പാട്ട് കേട്ട്? കരഞ്ഞുപോയി. കരയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കരഞ്ഞു. നമ്മൾ എന്തുകൊണ്ടായിരിക്കും കരഞ്ഞ്? നമ്മൾ വിഷമിച്ച് കരഞ്ഞതാണോ? നമ്മൾ വിഷമിച്ച് കരഞ്ഞതാണോ? നമ്മുടെ ദുഃഖങ്ങളെ ഓർത്ത് കരഞ്ഞതാണോ? ഏതോ ഒരു ഫാക്ടർ ഉണ്ട് നമ്മളുടെ ഉള്ളിൽ. നമ്മളുടെ ഉള്ളിൽ ഏതോ, അല്ലാതെ അതൊരു സന്തോഷത്തിന്റെ, ദുഃഖത്തിന്റെ അല്ല. നമ്മുടെ പരമാത്മ നമ്മൾ ഏതോ നോക്കി പോകുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ഏതിലോട്ടോ അട്രാക്റ്റഡാ. പക്ഷെ നമുക്ക് അറിയത്തില്ല എങ്ങോട്ടാന്ന്. നമ്മളെല്ലാം സീക്കറാ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സീക്കർ. നമ്മളെ തേടിപ്പോയി ഈശ്വരനെ തേടിക്കൊണ്ടിരിക്കുക നമ്മൾ. നമുക്കറിയാമല്ലോ, ഭൗതികമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓരോ കഷ്ണം വരുമ്പോൾ ഓരോരുത്തർ പറയും, അയ്യോ ആ അമ്പലത്തിൽ നല്ല കൃഷ്ണൻ നല്ല ഭയങ്കര, അവിടുത്തെ ദേവിക്ക് നല്ല ശക്തി, അവിടെ നേർന്നാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ ശക്തിയുള്ള ആ ഒരു ദൈവങ്ങളെ തേടി നമ്മൾ അതിന്റെ പ്രഭാവം തേടി നമ്മൾ പോവുക. അപ്പൊ നമ്മളുടെ വെളിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാ പോകുന്നത്. പക്ഷെ നമുക്കറിയാം ഈ നമ്മളിലുള്ള ഏതോ ഒരു ഫാക്ടർ നമ്മൾ അതിലോട്ട്, ആ ശക്തിയിലോട്ട് നമ്മളെ വലിക്കുന്നുണ്ട്. ഈ വാസന കാരണമാണ് നമ്മൾ വഴിതെറ്റി പോകുന്നത്. പക്ഷെ നമ്മളുള്ള ഒരു ശക്തിയുണ്ട്, അതിലോട്ട് നമ്മളെ. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മൾ എങ്ങനെ ഉള്ളിലോട്ട് ശ്വാസം വലിക്കുന്നത്? നമ്മളാണോ വലിക്കുന്നത്? ഏതോ ഒരു ശക്തി, നമ്മളെ നിലനിർത്തുന്ന ശക്തിയാണ് ഈ വെളിയിൽ നിന്നുള്ള ഓക്സിജൻ ഉള്ളിലോട്ട് വലിക്കുന്നത്. ആരാ ഈ ഏതോ ഒന്ന് ആകർഷിച്ചാണ് ഉള്ളി വരുന്നത്. ഡെഡ് ബോഡിയിൽ ആകർഷണമില്ല. ഈ വെളിയിലുള്ള ഓക്സിജൻ ഇങ്ങോട്ട് പിടിക്കാനുള്ള ഒരു ആകർഷണം ഡെഡ് ബോഡിയിലില്ല. അതേസമയത്ത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന ബോഡിയില് നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ നമ്മുടെ ഉള്ളിലോട്ട് ആ വായു കയറി വരുന്നേ. അപ്പം ആരോ ഇരുന്ന് നമ്മൾ ഉള്ളിലോട്ട് അതിനെ ആകർഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള ആ ജീവാത്മാവ് പരമാത്മാവിനോട്ട് ഇങ്ങനെ ഒരു ആകർഷണമുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പൊ ആ കൃഷ്ണ എന്നുള്ള വിളിയില് നമ്മുടെ നമ്മുടെ കൃഷ്ണ എന്നുള്ള ഒരു വിളിയില് അതിനെ അവിടെ പോയി ടച്ച് ചെയ്യുക. അതാ നമ്മൾ കരഞ്ഞു പോകുന്നത്. അല്ലാതെ നമ്മുടെ വിഷമങ്ങളെ ഓർത്ത് കരയുമല്ല. ആ ഒരു നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു തലങ്ങളുണ്ട് ഇതിന് നമ്മുടെ മനസ്സിന്റെ ഉള്ളില്. ഇതിനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ആ ഒരു മൈൻഡിനെ വിവേകത്തിൽ ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളൊരു അന്ധവിശ്വാസമായിട്ട് ബ്ലൈൻഡായിട്ട് ഇതിന്റെ പുറകെ പോകാനല്ല വേണ്ടത്. ഇതിനെ നമ്മൾ താത്വികമായിട്ട് ഈശ്വരനെ തത്വത്തിലാണ് അറിയേണ്ടത്. ഈ കൃഷ്ണന്റെ ജനന സമയത്ത് ദേവകിയും വാസുദേവരോടും ആ കൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അവർക്കറിയാം, ഈ വിശ്വരൂപം കണ്ട് അവർ കാണിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഈ രൂപത്തിൽ നിങ്ങൾ എന്നെ കാണരുത്. ദേവകി കൃഷ്ണനായിട്ട് നിങ്ങളുടെ മകനായിട്ട് വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ തത്വത്തിൽ അറിയണമെന്ന് കൃഷ്ണൻ വസുദേവരോടും ദേവകി അമ്മയോടും അച്ഛനോടും പറഞ്ഞത്. താത്വികമായി എന്നെ അറിയണം, അല്ലാതെ നിങ്ങളുടെ മകനല്ല ഞാൻ. പരമാത്മ ചൈതന്യം, പരമാത്മാവ് മകനായിട്ട് ജനിച്ചിരിക്കുന്നു.
അപ്പം അതിനെ അറിയണമെന്നുണ്ടെങ്കിൽ താത്വികമായിട്ട് അറിയാനാ പറയും ഒരു അച്ഛനോടും അമ്മയോടും. പക്ഷേ ഇത് അവസാന കാലം വരെ വസുദേവർക്ക് അത് മനസ്സിലായില്ല. ആദ്യം മനസ്സെങ്കിലും പിന്നെ അത് മറഞ്ഞുപോയി, അജ്ഞാനത്തിലിരുന്നു. അവസാനം ഈ വസുദേവരെ പ്രായമായിരിക്കുമ്പോഴേ ദുഃഖിച്ചിരിക്കുക. എനിക്ക് ആ പരമാത്മ ചെയ്തിട്ട് പോകാനായിരുന്നു. നാരദരോട് ചോദിക്കുക, എങ്ങനെ വേണം ഞാൻ ഈ പരമാത്മ ചൈതന്യത്തോട്ട് പോകാൻ? പരമാത്മ ചൈതന്യത്തിന്റെ അച്ഛനാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ നനച്ചു നോക്കി, കൃഷ്ണന്റെ അച്ഛന് പോലും ഇത് എത്രത്തോളം, അതാ പറഞ്ഞത്, നമ്മൾ ഇത് ഓരോരുത്തരും യുണീക്ക് അവിടെ. അത് പരമാത്മ ചൈതന്യ മനുഷ്യനാണ് അവതാരമായിട്ട് ജനിച്ചിന്റെ അച്ഛനായാലും നമ്മളായാലും എല്ലാവരും അജ്ഞാനത്തിലിരിക്കുക. അപ്പൊ ഈ അജ്ഞാനത്തിനെ നീക്കി ജ്ഞാനത്തിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ മഹാത്മ്യം അറിയുന്നതും നമ്മൾ അതിൽ നമ്മുടെ മനസ്സിന്റെ ഉയർച്ച വരുന്നത്. അപ്പം ഈ ഒരു സംഗതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു അർജുണ്ട്. അർജ് മീൻസ് എന്താ പറയുക, ത്വര എന്ന് പറയത്തില്ലേ, നമുക്ക് ഏതോ ഒരു ഇതുണ്ട്, നമ്മൾ അതിലോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. അത് ഈ ചിലരുടെ ഇതിൽ ഭയങ്കര വാസന സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അത് മിനിമത്തിലായിരിക്കും. പക്ഷെ അവരുടെ എല്ലാവരുടെയും ഉള്ളില് ഈ പരമാത്മ ചൈതന്യത്തിലോട്ട് പോകാനുള്ള ഒരു വെമ്പലുണ്ട് എല്ലാവരുടെയും ഉള്ളില്. പക്ഷേ ഈ ഇതിനോട്ട് പോകുന്നതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന മാർഗം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നേ ഉള്ളൂ. ഇതുവരെ എടുത്തത് ഈ അജ്ഞാനത്തില് എങ്ങോട്ടാണ് പോകേണ്ടത് അതിന് പകരം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സിനിമയിലെ ഒരു ഡയലോഗ്, ലോഹിദാസിന്റെ ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം ഉണ്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് ചോക്കുമലയിൽ ഇരിക്കുകയാണ്, അറിയുന്നില്ല ഏതിന്റെ പുറത്തിരിക്കുകയാണെന്നുള്ളത്. ആ ചോക്ക് കഷ്ണം തേടി പോകുന്ന പോലെയാണ് നമ്മളിൽ ഇരിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കാതെ, നമ്മളിലുള്ള ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കാതെ നമ്മൾ വെളിയിലുള്ള ഈശ്വര ചൈതന്യത്തെ തേടി പോവുക. അപ്പൊ ഇതിലെ ഈ ഒരു ഫാക്ടറാണ് കൃഷ്ണൻ പറയുന്നത്. നമ്മുടെ സ്വധർമ്മത്തിൽ കൂടെ വേണം നമ്മൾ ഈ സ്വധർമ്മം, ഓരോരുത്തർക്കും ഓരോ സ്വധർമ്മമുണ്ട്, ഇതിലേക്കൂടെ വേണം നമ്മുടെ കടമകളെ നിറവേറ്റിക്കൊണ്ട് നമ്മുടെ സ്വധർമ്മത്തിൽ വന്ന കടമകളെ നമ്മൾ എങ്ങനെ നിറവേറ്റണം. ഇപ്പൊ കണ്ടില്ലയോ, അർജുനൻ യുദ്ധകളത്തിൽ വന്നിരിക്കുക. അർജുനന്റെ കടമ എന്താ? യുദ്ധം ചെയ്യാന്നുള്ളത്. അവിടെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ എന്റെ അഹന്താമമത ഉദിച്ചു. പഞ്ചപാണ്ഡവരായിട്ട് വന്നതിൽ ആ അർജുനൻ ഞാൻ തനി വ്യക്തിത്വമാണെന്നുള്ള രീതി മാറി. എന്റെ മുത്തശ്ശൻ, എന്റെ ഗുരു. അപ്പം ഈ 5 പേരായിട്ട് വന്നത് ഒരു ടീമായിട്ട് വന്നിട്ട് ഞാൻ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നു. അത് സ്വാർത്ഥതയല്ലേ? അതിനെയാണ് അഹന്താമമത എന്ന് പറഞ്ഞത്. നമുക്ക് തോന്നും അർജുനൻ പറയുന്നതെല്ലാം ശരിയാണെന്ന്. പക്ഷേ സ്വാർത്ഥമായ ഓരോ കാര്യങ്ങളും ഇതിൽ സ്വാർത്ഥതയിലാണ് ഈ അർജുനൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു അച്ഛനോ അമ്മയോ നമ്മുടെ ഈ ചെറുപ്പകാലത്ത് മരിക്കുന്നതും പ്രായം ചെന്ന് മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളെല്ലാവരും സ്വാർത്ഥരാ, നമ്മൾ അറിയുന്ന. പക്ഷെ നമ്മൾ അങ്ങനെ പറയത്തില്ല, നമ്മൾ സ്വാർത്ഥരല്ല. അയ്യോ, നമ്മൾ ഭയങ്കര ലവിങ് ആണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എല്ലാവരും ഫൈനായിട്ട് നോക്കിക്കൊണ്ട് എല്ലാവരും സ്വാർത്ഥരാ. പക്ഷെ നമ്മുടെ മനോഭാവം മാറിക്കഴിഞ്ഞാൽ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാതെ നമ്മൾ ഗീത ഉൾക്കൊണ്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ നല്ല ഒരു സ്വസ്ഥതയും സമാധാനത്തിലോട്ട് നമുക്ക് ഉയർത്താൻ കഴിയും. അങ്ങനെ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റും. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. സ്വധർമ്മം നോക്കിയാലും ഇത് പതറാൻ പാടില്ല. ക്ഷത്രിയനാണ്, നീ ദുഷിതം ചെയ്തേ പറ്റൂ. എന്നിട്ട് അവസാനത്തെ ഒരു ലൈൻ കേട്ടില്ലയോ, വധാർഹനെ വധിക്കാതിരിക്കുന്നത് അവധ്യനെ വധിക്കുന്നത് പോലെ പാപകരമാണെന്ന് ക്ഷാത്രധർമ്മം വിധിക്കുന്നുണ്ട്. ഒരു കൊല്ലണ്ട ആളെ കൊല്ലാതിരിക്കുന്നത് ഒന്നുകൂടാത്ത ഒരാളെ കൊല്ലുന്ന പോലെ അതുപോലെ പാപമാണ്. ഒരാളെ കൊല്ലരുത്. ഒരാളെ കൊന്നാൽ പാപമാണെങ്കിൽ അതേപോലെ പാപമാണ് കൊല്ലപ്പെടേണ്ട ഒരാളെ കൊല്ലാതിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇവര് അധർമ്മത്തിന് വേണ്ടി നിൽക്കുകയാണ് ഈ കൗരവ സേനകളെല്ലാം. അപ്പം ഈ പാണ്ഡവരാണെങ്കിലോ ധർമ്മവിശുദ്ധ, ധർമ്മത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും. നമ്മൾ ധർമ്മത്തിനെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. അപ്പം ഈ ധർമ്മത്തിന് വേണ്ടി ഹിംസ അതൊരു പാപമല്ല. ധർമ്മത്തിന് വേണ്ടി, അൾട്ടിമേറ്റ് ആയിട്ടൊരു ധർമ്മത്തിന് വേണ്ടി അത് ഒരു യുദ്ധമാണ്, ചുമ്മാതെ കൊല്ലുമല്ല. ആ യുദ്ധത്തിലാണ്, ഇത് പ്രതികാരത്തിലല്ല കൊന്ന്, പ്രതികാര ബുദ്ധിയിൽ. അത് ആദ്യം അർജുനൻ വരുന്നത് എന്തുവാ? ഈ കൗരവരോടുള്ള പ്രതികാര ബുദ്ധിയില്ല, വെറുപ്പും പ്രതികാരത്തിലാണ് വരുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യരുതെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, നമ്മുടെ സ്വധർമ്മം ചെയ്യേണ്ടത് സ്വാർത്ഥതയിലായിരിക്കരുത്, അഹന്താമമതയിൽ നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും വന്നിട്ടുള്ള സ്വധർമ്മത്തിലെ കർമ്മങ്ങളെ നമ്മൾ ഈശ്വരാർപ്പണമായി, നമ്മുടെ അഹന്താമമതയിൽ മീൻസ് എന്റെ വികാരങ്ങളിൽ അങ്ങനെ ചെയ്തുകൂടാ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ജോലികൾ വരും. നമ്മുടെ ഓരോരുത്തരുടെ തൊഴിലോ
ആ സ്വഭാവം അനുസരിച്ച് ഓരോ കർമ്മങ്ങൾ വരും. ആ കർമ്മങ്ങളെ സമർപ്പണ ബുദ്ധിയിൽ എന്നുവെച്ചാൽ വിവേകത്തിൽ, ഇത് ഞാൻ ചെയ്യുവല്ല, ഇത് എനിക്ക് വന്ന കർമ്മഫലമാണ്, ഞാൻ അനുഭവിക്കേണ്ട, ഇത് ഞാനല്ല ചെയ്യുന്ന, ഈ പരമാത്മ ചെയ്തതിന്റെ പ്രസൻസിലാണ് ഞാൻ ഇത് അനുഭവിക്കുന്നത് എന്നുള്ള ആ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടായിരിക്കും. അല്ലാതെ ഇത് ഞാനാണ്, ഞാൻ ചെയ്തു, ഞാൻ നേടി, അല്ലെങ്കിൽ ഞാൻ ചെയ്തു, ഞാൻ ഉണ്ടാക്കി, ഞാൻ വിജയിച്ചു, ഈ ഒരു അഹന്താമതയില്ല. അല്ലെങ്കിൽ എന്റെ ഈ ശരീരവും ശരീരബന്ധമായിട്ടുള്ള ബന്ധുക്കളും അല്ലെങ്കിൽ വസ്തുക്കളും ഇതൊക്കെ എന്റെയാണ്, ആ ഒരു അഹന്താമതയില്ല. അല്ലെങ്കിൽ പരാജയം വരുമ്പോഴോ ഞാൻ ഇതിനെല്ലാം ഡിസോൺ ചെയ്യും, ഈ പരാജയം ഞാൻ കാരണമല്ല, മറ്റുള്ളവർ കാരണം. ഈ രീതിയിലുള്ള അപ്രോച്ച് നമ്മൾ ഇതിനെ ബ്രോഡർ വ്യൂവിൽ കണ്ടുകൊണ്ട് സ്വധർമ്മത്തിനെ നമ്മള് വിവേകത്തിൽ അഭിമുഖീകരിക്കണം. സ്വധർമ്മത്തിന് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകതരം പ്രവൃത്തികളും സ്വഭാവവുമാണ് ഉള്ളത്. ആ സ്വഭാവത്തിനെ നമ്മൾ ഈശ്വരാർപ്പണമായി ചെയ്യണം എന്നുള്ളതാണ് കൃഷ്ണ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഈ ഒരു ഇതിൽ അർജുനന് സ്വധർമ്മം നോക്കിയാൽ പോലും അർജുൻ ദുഃഖിക്കാൻ അവകാശമില്ല. അടുത്തത് അശ്വതിക്ക് വായിക്കാമോ? വായിക്കും സർ. യദൃശ്ചയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഹേ അർജുന, അനപേക്ഷിതമായി വന്നു ചേർന്നതും തുറന്ന സ്വർഗവാതിലുമായ ഇതുപോലുള്ള ധർമ്മയുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്കേ കിട്ടൂ. ക്ഷത്രിയൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു ജാതിയെയല്ല, വ്യക്തിയുടെ മാനസിക ഗുണത്തെയാണ്. ദുർബലരെയും അവശരെയും രക്ഷിക്കാനും നാട്ടിന്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കാനും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സ്വന്തം നാടിനെ രക്ഷിക്കാനും കഴിവും ഉത്സാഹവും ഉള്ളവരെയാണ് ക്ഷത്രിയർ എന്ന് വിളിക്കുന്നത്. അത്തരം ജനനേതാക്കൾ സ്വേച്ഛാധികാരികളോ അക്രമികളോ ആവാൻ പാടില്ലെന്ന് ഹൈന്ദവ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നു. അതേസമയം ക്ഷത്രിയർ നിരുത്സാഹികളോ ഉദാസീനരോ ഭീരുക്കളോ ആവാനും പാടില്ല. ധർമ്മരക്ഷണത്തിന് യുദ്ധം അനിവാര്യമെന്ന് കണ്ടാൽ ക്ഷത്രിയർ ഒട്ടും മടികൂടാതെ അതിന് മുതിരണമെന്നും സ്വന്തം ദേശത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുന്നതിന് പടവെട്ടുന്നത് ധർമ്മയുദ്ധമാണെന്നും അതിന് അവസരം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായി ക്ഷത്രിയർ കണക്കാക്കണമെന്നും ഹൈന്ദവ രാജധർമ്മം ഘോഷിക്കുന്നു. ധർമ്മരക്ഷകരായ ക്ഷത്രിയർക്ക് ധർമ്മയുദ്ധം തുറന്ന സ്വർഗവാതിലത്രേ. വേദാന്ത തത്വചിന്തയുടെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് ആദ്യം പ്രശ്നത്തെ വീക്ഷിച്ച കൃഷ്ണൻ ഭൗതിക ചിന്തയുടെ നിലവാരത്തിലേക്കും തുടർന്ന് സാമാന്യ ജനങ്ങളുടെ ചിന്താഗതിയിലേക്കും ഇറങ്ങി വന്നത് ശ്രദ്ധേയമാണ്. ഏതു കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും അർജുനന്റെ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമാണ് ആർക്കും കാണാൻ കഴിയുക. ഈ യുദ്ധത്തിൽ നിന്ന് അർജുനൻ പിന്തിരിയുന്നത് ശരിയല്ല, യുദ്ധം ചെയ്യുക തന്നെ വേണം എന്ന്. ഇത് നിന്റെ സ്വധർമ്മമാണ്, ഇതുപേക്ഷിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് നീ ഓടിപ്പോയാൽ എന്തു സംഭവിക്കുമെന്നോ. അപ്പൊ ഈ അർജുനൻ ഒരു ക്ഷത്രിയനാണ്. അവൻ ക്ഷത്രിയന്, ആ ക്ഷത്രിയർക്ക് ഓരോ ധർമ്മമുണ്ട്. ഓരോ ഈ ചാതുർവർണ്ണയത്തിലെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അത് ഓരോ കാറ്റഗറിക്കും ഓരോ മനസ്സിന്റെ ഗുണം അനുസരിച്ചാണ്. ജന്മം കൊണ്ടല്ല ഈ ചാതുർവർണ്ണയം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കാലക്രമേണ അത് ജന്മം കൊണ്ടായിപ്പോയി. പക്ഷെ ഇത് ചാതുർവർണ്ണയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുണം കൊണ്ടാണ്. ഓരോരുത്തരുടെയും ഗുണം കൊണ്ടാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്ഷത്രിയ എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു ജാതിയെ അല്ലല്ലോ. അപ്പൊ ഈ മനസ്സിന്റെ ഒരു ഗുണമാണ്. എന്താണ് ഗുണം? ഇത് മറ്റുള്ള ഈ ഒരു നാടിനെയും മറ്റുള്ള പ്രജകളെയും രക്ഷിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ആ കടപ്പാടുള്ളവർ, ആ ഒരു കർത്തവ്യബോധം കൂടുതലുള്ളവരാണ് ക്ഷത്രിയർ. അങ്ങനെയുള്ള കാറ്റഗറി വരുന്നത്. അപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ മിലിറ്ററിയിലും ഒക്കെ ചേരുന്നത് എല്ലാവർക്കും പോയി ചേരാനൊക്കത്തില്ല. എത്രയോ പേര് മിലിറ്ററി പോയിട്ട് ആ പ്രാക്ടീസ്, ആ ട്രെയിനിങ് സെഷനിൽ തന്നെ എത്രയോ പേര് ഒളിച്ചോടി മാറി പോകുന്നുണ്ട്. കാരണം അവർക്ക് അങ്ങനെയുള്ള ഒരു കാറ്റഗറി അല്ല അവര്. ഇതിൽ സക്സസ് ആയി വരുന്നവരോ അവർ അങ്ങനെയുള്ള കാരണം അത്രയ്ക്ക് അത് ഭയങ്കര ടാസ്ക് ഉള്ള ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ അതിനെ അതിജീവിക്കുന്നവരെല്ലാം അതേ മനോഗുണമുള്ളവരാ. എത്ര സഹിച്ചും ഇപ്പൊ അവരൊക്കെ എത്രയോ മിലിറ്ററിയിലൊക്കെ പോകുന്നത് ഇങ്ങനെയുള്ള യുദ്ധ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ അവർക്ക് ഈ പറഞ്ഞ ഒരു ഗുണങ്ങൾ, ക്ഷത്രിയരുടെ ഗുണങ്ങൾ ഉള്ളവരാ. അവരവരുടെ മരണത്തെ പോലും വകവെക്കുന്നില്ല. അവർ പൈസയ്ക്ക്, ഒരു ജോലിക്ക്, ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, പൈസയുടെ ഉണ്ടെങ്കിലും അതിനെക്കാട്ടി മുൻപ് നിൽക്കുന്ന അവരുടെ ചില ഈ ക്ഷാത്ര ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇതിനു വേണ്ടി പൊരുതാനും അങ്ങനെ ഒരു മനോഗുണമുള്ളവരാ. അല്ലാതെ മനോധൈര്യം ഇല്ലാത്തവരോ അല്ലെങ്കിൽ വേറെ കാറ്റഗറിയിലുള്ള മനോഭാവമുള്ളവരാണെങ്കിൽ ആ പ്രൊഫഷന് പോകത്തില്ല. അപ്പൊ അവരൊക്കെ
വീട്ടിലെ ഫാമിലിയും മക്കളും ഒക്കെ ഉള്ളവരാണെങ്കിലും അവര് ആ സമയത്ത് അതുവല്ലോ അവരുടെ ചിന്തയിലുണ്ടോ? അവരുടെ ആ ചിന്ത ആ നാടിന് വേണ്ടി ഇപ്പൊ എന്താണ് ഒരു യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ അവിടെ എന്താണ് ആവശ്യം? അല്ലാതെ അയ്യോ എന്റെ വീട്ടിൽ മറ്റേ എനിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവന് അപകടമായിരിക്കും, ഈ ഒരു ചിന്ത അവർക്കില്ല. അവർക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അവർ പേഴ്സണലായിട്ട് അവർ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെയുള്ള ഗുണമുള്ളവരാണ് ആ പ്രൊഫഷനോട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ഓരോരുത്തരും സ്വധർമ്മം അനുസരിച്ച് അവരവരുടെ പ്രവൃത്തി മണ്ഡലത്തിലോട്ട് പോകും. അപ്പൊ അവര് അങ്ങനെ പോകുന്ന ഒരാള് പോയിരുന്ന് വിഷമിച്ചാലോ? അത് അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് ശരിയാണോ? അപ്പം ഈ അർജുൻ ഒരു ക്ഷത്രിയനാണ്. അപ്പം അർജുൻ എന്തോ മാറിയത്? അർജുൻ എന്തിനു വേണ്ടി ഈ ധർമ്മപക്ഷത്ത് നിൽക്കുന്നത്? ഈ ധർമ്മത്തിൽ കിട്ടേണ്ടത്, ന്യായമായിട്ട് കിട്ടേണ്ട രാജ്യം ഈ കൗരവന്മാര് പിടിച്ചു വെച്ച് അവിടെയുള്ള നാട്ടുകാരും ഇതിന്റെ അനുഭവം അനുഭവിക്കുക. ഇവന്റെ അതിക്രമങ്ങളും അധർമ്മ പ്രവർത്തികളും കൊണ്ട് രാജ്യത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴേ അവരെ ഈ അധർമ്മത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കേണ്ട ചുമതല ഒരു ക്ഷത്രിയനായ രാജാവായ അർജുനുണ്ട്. പക്ഷെ ഈ യുദ്ധകളത്തിൽ വന്നിട്ട് അയ്യോ എന്റെ മുത്തശ്ശനെ എങ്ങനെ കൊല്ലും, എന്റെ ഗുരുവിനെ, എന്റെ ബന്ധുക്കാരെ അയ്യോ എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല, ഇവരൊക്കെ എന്റെ ബന്ധുക്കാരാ, അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് സ്വാർത്ഥതയിലോട്ട് പോകുമ്പോഴേ സ്വധർമ്മത്തിലെ സ്വധർമ്മമാണോ നോക്കുന്നേ? അവനവന്റെ കടമ വീട്ടിയേ പറ്റൂ, അത് ധർമ്മത്തിൽ ചെയ്തേ പറ്റൂ. കൃഷ്ണൻ പറയുന്നുണ്ട് പ്രതീകാരത്തിലല്ലാതെ, വെറുപ്പ് ആദ്യം കൊണ്ട് വന്നത് പ്രതികാരത്തില. കൗരവരോടുള്ള അവരെ കൊണ്ട് എത്രയോ ഞാൻ സഹിച്ചു, ഞങ്ങളെ അപകടത്തിലാക്കി, എത്രയോ ദുരിതങ്ങൾ തന്നു. പക്ഷെ ഇതിന്റെയൊക്കെ വെറുപ്പും പ്രതികാരത്തിലുമാണ് ഇങ്ങോട്ട് വന്നത്. വന്നിട്ട് ഒരു വികാരത്തിൽ നിന്ന് അടുത്ത വികാരത്തിലോട്ട്, അയ്യോ എന്റെ മുത്തശ്ശനെ ഞാൻ എങ്ങനെ കൊല്ലും, എന്റെ ഗുരുവിനെ എങ്ങനെ കൊല്ലും. അപ്പോ ഈ വികാരങ്ങളിൽ ഇരുന്ന് ഒരു വികാരത്തിൽ നിന്ന് വികാരങ്ങളിൽ ഇരുന്ന് തളർന്നു, സ്വന്തം കടമ ചെയ്യാനാകാതെ. അപ്പൊ അതാ പറഞ്ഞേ ക്ഷത്രിയനാണെന്ന്. ക്ഷത്രിയനായതുകൊണ്ട് ഒരിക്കലും അതിനകത്ത് നമ്മുടെ ജന്മഗുണത്തിൽ, അതായത് സ്വധർമ്മത്തിൽ നിന്ന് മാറാൻ പാടില്ല. സ്വധർമ്മം നമ്മൾ ചെയ്തേ പറ്റും. നമ്മൾ ഒരു ചിന്താവിഷ്ടയായ ശ്യാമള പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിൽ ശ്രീനിവാസന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു അച്ഛനായിട്ടിരിക്കുന്നത് ഒന്നിനും ഒരു കടമയിലൊന്നും ശ്രദ്ധിക്കാതെ ഒരു അലസനായിട്ട് തിരിഞ്ഞു നടക്കുന്നേ. എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നാശമായിരിക്കും. അപ്പം നമ്മൾ ഓരോരുത്തരും സ്വധർമ്മത്തിനെ ഉയർന്നു കണ്ട് അത് വിവേകത്തിൽ പ്രവർത്തിക്കാൻ നോക്കണം. അപ്പൊ ഈ പ്രശ്നത്തിനെ കൃഷ്ണൻ പല പല രീതിയിൽ നോക്കി. ആധ്യാത്മിക രീതിയില്, ഭൗതികത്തിന്റെ തലത്തില്, സാധാരണ ജനങ്ങൾ എങ്ങനെയാ കാണുന്നത്, ഇങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും അർജുന്റെ കടമ ചെയ്യാൻ ബാധ്യസ്ഥന. തളർന്ന് മാറിയിരിക്കാൻ ചെയ്യുന്നത് തെറ്റാ. ഒരു ഇതിലോട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. സമയം ഇതായി കഴിഞ്ഞു. ഇന്നത്തെ ഇത് കഴിയാൻ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും തോട്ട്സ് ഷെയർ ചെയ്യാനുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാറേ, ശരിക്കും ഈ സ്വധർമ്മം ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇതാണെന്ന് പറയുന്നു. ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വധർമ്മം ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതാ ഈ സ്വധർമ്മം വെച്ചാല് ഓരോരുത്തർക്കും ഓരോ ജന്മവാസനകളില്ലേ. ഞാൻ കൊണ്ടുവന്ന ഒരാൾക്ക് ചിലപ്പോ വരുമ്പോ കാർപ്പൻട്രി വർക്കിൽ ഒരു ആശാരിയായിട്ടായിരിക്കും, ഒരു നല്ല ഉയർന്ന വീട്ടിൽ നല്ല ആശാരിയുടെ മകനായിട്ടായിരിക്കത്തില്ല ജനിച്ച്. പക്ഷെ പയ്യന് ഒരു കുട്ടിക്ക് ഈ ആശാരി പണി ചെയ്യുന്നതിൽ വളരെ താല്പര്യം കാണും. ചിലപ്പോ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു പയ്യന് മോഷണ സ്വഭാവം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സ്വഭാവമായിരിക്കും ഉള്ളത്. അവൻ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള. അപ്പം ഓരോരുത്തർക്കും ഓരോ ജന്മവാസന കൊണ്ടുവന്നിട്ടുണ്ട്. ജന്മം കൊണ്ടല്ല ഈ ഗുണങ്ങള്. ഒരു വീട്ടിൽ തന്നെ ബ്രാഹ്മണനും ഉണ്ടാവും, വൈശ്യനും ഉണ്ടാവും, ശൂദ്രനും ഉണ്ടാവും, ക്ഷത്രിയനും ഉണ്ടാവും. അല്ലാതെ നമ്മളിപ്പോ കാണുന്നത് ജന്മം കൊണ്ടാ. അത് തെറ്റാണ്. നമുക്ക് ഒരു വീട്ടിൽ തന്നെ ഓരോരുത്തരും ഓരോ ഗുണത്തിലായിരിക്കും, ഓരോ സ്വഭാവമായിരിക്കും അവരുടെ. എന്റെ സ്വഭാവത്തിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. ആ സ്വഭാവത്തിലേക്ക് എനിക്ക് ഈ ഒരു പ്രൊഫഷനിലോട്ടായിരിക്കും എനിക്ക് താല്പര്യം. എന്റെ ജന്മനാ ഉണ്ടാക്കുന്ന ഒരു താല്പര്യമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ജാതകം നോക്കുമ്പോഴേ
ഓരോരുത്തരുടെ പ്രൊഫഷന് നമുക്ക് ഓരോരുത്തരുടെ പ്രൊഫഷൻ ഏത് ലൈനിലായിരിക്കണം നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ. അതിനകത്ത് നിന്ന് പറയും. കാരണം നമ്മൾ കർമ്മഫലം, ഈ ജാതകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഫലമാണ്. ഈ കർമ്മഫലം അത് ജാതകം ഒരു പരിധിവരെ ശരിയാ, പക്ഷെ 100% നോക്കി പറയാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ എല്ലാവർക്കും. ആ 100% കറക്ഷനിലല്ല, പ്രോബബിലിറ്റിയിൽ അത് കറക്റ്റാ. നമ്മുടെ കർമ്മഫലത്തില് ഓരോരുത്തർക്കും ഓരോ, ചിലര് കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഡോക്ടറായിരിക്കും, കുട്ടികൾ അത് ആ ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് കാണത്തില്ല, അവർക്ക് അതിന് താല്പര്യമേ ഇല്ല. അപ്പം പക്ഷേ നമ്മുടെ പണ്ടത്തെ ഒരു സിസ്റ്റം ഉണ്ട്, അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആണെങ്കിൽ കുട്ടികളും ആ ടീച്ചിങ് പോവും, ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എഞ്ചിനീയർ ആവും. പക്ഷേ ഇതൊക്കെ ആ പേരൻസിന്റെ കമ്പൽഷൻ കൊണ്ടുണ്ടാവുന്നതാ. ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചാണ് അവരുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ സൊസൈറ്റിയുടെ കമ്പാരിസൺ ചെയ്ത് ഇപ്പം അങ്ങനെയല്ലയോ നമ്മളെല്ലാം പോകുന്നത്. ഈ എഞ്ചിനീയറിംഗ് ഒക്കെ ഒരു കാലത്ത് മിടുക്കന്മാർക്ക് മാത്രം കിട്ടുന്നതായിരുന്നു. ഇപ്പൊ അതെല്ലാം ലിബറലൈസ് ആക്കിയപ്പോഴത്തേക്ക് അതിനുള്ള എഞ്ചിനീയറിംഗിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിലും എല്ലാവരും പോയി എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു. അതിന് താല്പര്യവും ഇല്ല, അത് കയറി പോയി അതെങ്ങനെ നമുക്ക് മിടുക്കനാവാൻ പറ്റുന്നേ? അപ്പം നമ്മൾ ഇങ്ങനെ പരധർമ്മം മറ്റുള്ളവരുടെ കണ്ട് നമ്മൾ ഓടിപ്പോവാ. നമുക്ക് എന്താണ്, എനിക്ക് എവിടെ കഴിവുണ്ട്, നമ്മുടെ കഴിവുള്ള മേഖല കണ്ടുപിടിച്ച് അതിലും ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എനിക്ക് നല്ല ഒരു മുന്നേറ്റം ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കമ്പയർ ചെയ്യുവാണ്. എല്ലാം മതമാത്സര്യോടെ പോകുന്നത്, ഓരോരുത്തരുടെ മത്സരിക്കുക. എന്റെ സ്വധർമ്മം വെച്ചാൽ എന്റെ ജന്മവാസങ്ങളുണ്ട്, അതിനനുസരിച്ച് ഞാൻ മുന്നേറണം. അതാണ് സ്വധർമ്മം. എല്ലാവരുടെയും വ്യത്യസ്തമല്ലേ, എല്ലാവരുടെയും സ്വധർമ്മം വ്യത്യസ്തമാണ്. പിന്നെ ജനറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നല്ലാതെ ഓരോരുത്തരുടെ ഇതിലും വ്യത്യസ്തമാണ്. സ്വധർമ്മം വെച്ചാൽ എന്റെ ജോലി, എന്റെ സ്വഭാവം, അതാണ് സ്വധർമ്മം. പക്ഷെ ആ സ്വധർമ്മത്തിലുള്ള കർമ്മങ്ങളെ ഞാൻ വിവേകത്തിൽ ചെയ്യണം, വികാരത്തിൽ ചെയ്യരുത്. ഇതാണ് വ്യത്യാസം. സ്വധർമ്മം എന്ന് വെച്ചാൽ എന്റെ സ്വഭാവവും ഞാൻ എന്റെ പ്രൊഫഷനുമാണ് സ്വധർമ്മമായിട്ട് വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നോക്കുവാണെങ്കിൽ ഈ അർജുനനും അവരൊക്കെ എല്ലാരും ക്ഷത്രിയന്മാരല്ലേ, ആ കുലത്തിൽ ജനിച്ചവരെല്ലാം. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഒരേ ധർമ്മമായിരിക്കുമോ? അപ്പൊ അതാ ചോദിക്കുന്നത്, ഇവരുടെ കുലത്തിലുള്ളവർക്ക് എല്ലാവരും ക്ഷത്രിയന്മാരെല്ലാം ഒരേ ധർമ്മമായിരിക്കത്തില്ലേ? അപ്പൊ ഈ ആരുടെ കുലത്തിലേക്ക് കുരുക്ഷേത്ര, ഞാനിപ്പോ പറഞ്ഞത് അർജുനന്റെ പാണ്ഡവന്മാരും കൗരവന്മാരും ഒക്കെ കുരുവംശത്തിൽ ജനിച്ചവരെല്ലാരും ക്ഷത്രിയരാണല്ലോ. എല്ലാവരുടെയും സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതായിരിക്കുമോ? ചോദിക്കുക. ഇപ്പൊ നമ്മളുടെ ഇത് വെച്ച് നോക്കുമ്പം ഒരു വീട്ടിൽ തന്നെ പല ധർമ്മത്തിൽ വരത്തില്ലേ? അതാ ചോദിക്കുക. പ്രൊഫഷൻ വെച്ചിട്ടാണോ ധർമ്മം പറയുന്നത്, അതോ വേറെ എന്തെങ്കിലും വെച്ചിട്ടാണോ ധർമ്മം പറയുന്നത്? അല്ല, ഈ ജന്മം കൊണ്ട് അങ്ങനെ അതേ ഗുണം വന്നുകൂടാൻ ചെയ്യുകയില്ല. ഇപ്പം ക്ഷത്രിയ, ആ കുലത്തില് ക്ഷത്രിയ ഇതിലാണ് എല്ലാരും ജനിച്ചിരിക്കുന്നത്, മനസ്സിലായില്ലയോ? അതെ, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അവരുടെ എല്ലാം സ്വധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതെ, ക്ഷത്രിയരാകുമ്പോൾ യുദ്ധം ചെയ്യാന്നുള്ള ധർമ്മം അവരുടെ പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുവാണെങ്കിൽ ഒരു വീട്ടിൽ നമ്മുടെ കുലം വെച്ചിട്ടല്ലല്ലോ നമ്മളിപ്പോ പറയുന്നത്. ഒരു വീട്ടിൽ തന്നെ എല്ലാരും പല പല ധർമ്മങ്ങളായി പോകത്തില്ല. അതാ ചോദിക്കുക. അല്ലേ? ഒരാൾ ഡോക്ടറാവും, ഒരാൾ എഞ്ചിനീയർ ആവും, ഒരാളെ ചിലപ്പോ ഒരു പാട്ട്, എത്രയോ വീട്ടിലുണ്ട് പാട്ടില് ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേ ബാക്കി എല്ലാരും പ്രൊഫഷണൽസാ. അടൂർ ഗോപാലകൃഷ്ണനെ സിനിമാ രംഗത്തോട്ട് പോകുന്ന ആർക്കും ആ വീട്ടില് അവൻ പഠിക്കാത്തവനാ, ഒന്നും കൊള്ളത്തില്ലാത്തവനോ, ഇങ്ങനെ കളിച്ചു നടക്കുവാന്ന് ഈ രീതിയിലായിരുന്നു. അപ്പൊ നമ്മളുടെ ഈ കർമ്മം അനുസരിച്ചാണോ ധർമ്മത്തിന്റെ കാര്യം പറയുന്നത്? കർമ്മം അനുസരിച്ചാണോ? കർമ്മത്തിന്റെ മേഖല അനുസരിച്ചാണോ ധർമ്മം നിശ്ചയിക്കുന്നതെന്ന് ഞാൻ ചോദിക്കും. സ്വധർമ്മം. അതെ, സ്വധർമ്മം ചെന്റെ കർമ്മ മേഖലയാണ് അത് ധർമ്മം. ഈ ധർമ്മം ഞാൻ കർമ്മത്തിന്റെ മേഖലയിലാ പറയുന്നേ. അതിനകത്തില് സ്വഭാവവും അറ്റാച്ച്ഡ് ആണ്. സ്വഭാവം വെച്ചിട്ടല്ല, കർമ്മ മേഖല വെച്ചിട്ടാണ് ഈ സ്വധർമ്മം പറയുന്നത്. ഏത് കർമ്മ മേഖലയാണെങ്കിലും അതിന്റെ അനുസരിച്ചുള്ള ധർമ്മം അനുഷ്ഠിക്കുക. അതെ, ഏത് ധർമ്മമാണെങ്കിൽ അത് നമ്മൾ ഈ സമർപ്പണ ബുദ്ധിയോട് ചെയ്യണം. ഏത് തരത്തിലുള്ള ജോലിയും ചെയ്യാം. അവരവരുടെ മേഖലയിലുള്ള ഏത് ജോലിയും ഞാൻ വിവേകത്തിൽ പ്രവർത്തിക്കണം, വികാരത്തിൽ ചെയ്യരുത്. വികാരം മീൻസ് അതാണ് അഹന്താമമത. വിവേകം മീൻസ് ഞാൻ ഒരു ബ്രോഡർ വ്യൂവിൽ എടുക്കും. ഈ നാരോ ആയിട്ടുള്ള ചിന്താഗതി അല്ല വിവേകം എന്ന് പറയുന്നത്.
വിവേകവും ബുദ്ധിയും രണ്ടും രണ്ടാണ്. ബുദ്ധി എല്ലാവർക്കും വ്യത്യസ്തമാണ്. വിവേകം എല്ലാവരും സെയിമാ. അത് ആ പരമാത്മ ചൈതന്യം എല്ലാത്തിനും സെയിം ആയതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഡയറക്ഷൻസ് ആണ്, ആ പ്രകാശമാണ് വിവേകമായിട്ട് വരുന്നത്. എല്ലാവരും അത് സെയിമാ, പക്ഷെ അത് മൂടിക്കിടക്കുന്നു, കവർ ചെയ്ത് കിടക്കുന്നു. അതിനെ ആക്ടിവേറ്റ് ചെയ്യണം നമ്മള്. ഏത് കർമ്മമേഖലയാണെങ്കിലും വിവേക ബുദ്ധിയോടെ ആ കർമ്മം ചെയ്താൽ അത് ധർമ്മത്തിലായിരിക്കും ചെയ്യുന്നത്. അഹന്താ മമത ഇല്ലാതെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ധർമ്മമാണ്. നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ് വന്നു ചേരുന്നത്. ആ കർമ്മങ്ങൾ ഞാൻ അഹന്താ മമത ഇല്ലാതെ ചെയ്യണം. അതിനൊരു എക്സാമ്പിൾ പറയും. ഈ നമ്പ്യാർ സാറിന്റെ ക്ലാസ്സിലെ നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരൻ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എവിടെന്നെങ്കിലും വീണു. അപ്പൊ നമ്മള് ആ ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഡോക്ടറെല്ലാം ഉള്ളിൽ പോയി നോക്കുമ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ ആ വീട്ടിൽ നിന്ന വേഷത്തിലാണ് ഞാൻ യൂഷ്വലായിട്ട് അങ്ങനെ പോകുന്നതല്ല, ഞാൻ ആ നിന്ന വേഷത്തിലാണ് ഞാൻ ഇതുകൊണ്ട് അങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത്. അപ്പം ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ വന്നതിനെല്ലാം ചെയ്തതിന് ശേഷമാണ് അയ്യോ ഞാൻ വീട്ടിൽ നിന്ന ഡ്രസ്സിലാണല്ലോ വന്നേക്കുന്നത് എന്നുള്ള വിചാരം. അപ്പം അതുവരെ ആ സമയത്ത് അയാൾ പ്രവർത്തിച്ചത് അഹന്താ മമതയിലല്ല, ആ ഞാൻ എന്നുള്ള ആ ഫാക്ടർ അവിടെ ഇല്ലായിരുന്നു. അഹന്താ മമത ഇല്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും ധർമ്മമാണ്. ഗീതയിലെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും, അവസാനം മദർ മമ. ഗീത അവസാനിക്കുന്ന ശ്ലോകം മമ, അവസാനത്തെ വേർഡ്. അപ്പം ഗീത പറയുന്നത് മമധർമ്മം, എന്റെ ധർമ്മം. ഓരോരുത്തരുടെയും ധർമ്മം, നമ്മളെല്ലാം ഓരോ അർജുനന്മാരാ എന്ന് വെച്ചിട്ട് നമ്മളെല്ലാം ക്ഷത്രിയരാണോ? അല്ല. ഓരോരുത്തരും ഓരോ ഗുണങ്ങളിലിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മം ഞാൻ എങ്ങനെ ചെയ്യണം? ആ ഗീതയിൽ കൂടെ നമ്മൾ അവരവരുടെ ധർമ്മത്തിലുള്ള കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. സമയം കഴിഞ്ഞ് നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. നാളെ 9 മണി. ശരി ശരി.